നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നോവൽ ആൻഡ് ഫിലിം വരുന്നുണ്ട്. മൊഡ്യൂൾ 3-ക്കകത്ത് പിന്നെ സ്റ്റോറി, പ്ലോട്ട്, നറേഷൻ, അഡാപ്റ്റേഷൻ, പിന്നെ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കുറച്ച് 3 മൂവീസിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം മൊഡ്യൂൾ 3-ക്കകത്ത് നോവൽ ആൻഡ് ഫിലിം എന്താണെന്ന് നോക്കാം. അതായത് സ്റ്റോറി, പ്ലോട്ട് ആൻഡ് നറേഷൻ എന്താണ്, നോവലും ഫിലിമും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അതായത് നോവലിലെ സ്റ്റോറിയും പ്ലോട്ടും നറേഷനും, ഫിലിമിലെ സ്റ്റോറിയും പ്ലോട്ടും നറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ സ്റ്റോറിയെ നോക്കാം നമുക്ക്. സ്റ്റോറി എന്ന് വെച്ചാൽ എന്താ, ഒരു നറേറ്റീവിനുള്ള റോ മെറ്റീരിയലാണ് സ്റ്റോറി. അതിനകത്ത് ഈവൻറ്റ്സ് കാണും അല്ലേ. ഇപ്പോൾ നോവൽസിലാണെങ്കിലും ഫിലിംസിലാണെങ്കിലും സ്റ്റോറിയാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കാണിക്കുന്ന മീഡിയം ഡിഫറെൻ്റ് ആണ്. സ്റ്റോറി നോവലിലാണെങ്കിലും ഫിലിമിലാണ് അതിൻ്റെ മീഡിയം കാണിക്കുന്നത് വേറെ രീതിയിലാണ്. പ്ലോട്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? പ്ലോട്ട് എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ആണ്. സ്ട്രക്ചേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റിനെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അത് ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡറിനെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്ലോട്ട് വെച്ച് ഫിലിമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്ലോട്ടിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഏത് വിഷ്വലായിട്ട് കഥ പറയുന്ന പോലെ രീതിയിൽ പ്ലോട്ടിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. നോവൽസ് ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലോട്ട്സും ക്യാരക്ടേഴ്സിന് ഡയലോഗ്സും ഒക്കെ നമുക്ക് കാണിക്കേണ്ടി വരും. നറേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, നോവലാണെന്നുണ്ടെങ്കിൽ നറേഷൻ എന്താണ്, വേർഡ്സിനെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിനെ, ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന തോട്ട്സിനെ ഒക്കെ വെച്ചിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫിലിമിലാണെന്നുണ്ടെങ്കിൽ നറേഷൻ എന്ന് പറയുന്ന വിഷ്വൽ ക്വാളിറ്റിയിലൂടെ കേൾക്കുന്ന രീതിയിൽ, അതായത് ഓഡിറ്ററി സിഗ്നൽസിലൂടെ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അത് ക്യാമറ ഷോട്ടിലൂടെ, സൗണ്ടിലൂടെ, ലൈറ്റിങ്ങിലൂടെ, ഡയലോഗിലൂടെ. പിന്നെ വോയിസ് ഓവറും നമുക്ക്, വോയിസ് ഓവർ എന്ന് വെച്ചാൽ അതൊരു സിനിമ തുടങ്ങുമ്പം ഈ മമ്മൂട്ടിയെ കൊണ്ട് മോഹൻലാലിനെ കൊണ്ടൊക്കെ സൗണ്ട് കൊടുക്കത്തില്ലേ, അതാണ് വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ARM സിനിമയിൽ മോഹൻലാലല്ലേ ടൈമായിട്ട് വരുന്നത്, ഞാൻ കാലമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്, അതാണ് വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഇനി മോട്ടിഫ്. അപ്പോൾ മോട്ടിഫ് എന്ന് വെച്ചാൽ ഒരു റിക്കറൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് അല്ലെങ്കിൽ തീം എന്താണ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്താണ്, അത് സ്റ്റോറിയെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നോവലിനകത്ത് മോട്ടിഫ് വരുവാണെന്നുണ്ടെങ്കിൽ MOTIF ആണ്. നോവലിനകത്ത് മോട്ടിഫ് എന്ന് പറയുന്നത് ചില ഫ്രേസസിലൂടെ അല്ലെങ്കിൽ ഇമേജറിയിലൂടെ ഒക്കെ വരാം. ഫിലിമിനകത്ത് വിഷ്വലായിട്ട് ഷാഡോ, കളേഴ്സ്, മ്യൂസിക്കൽ തീമിലൂടെയൊക്കെയാണ് നമ്മൾ മോട്ടിഫ് എന്ന് പറയുന്നത്. ഓക്കെ, വിധേയൻ എന്നുള്ള സിനിമ തന്നെ എടുത്തു നോക്കുക. വിധേയൻ എന്നുള്ള സിനിമയ്ക്കകത്ത് മോട്ടിഫ് എന്ന് പറയുന്നത് സെർവിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ പവറാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരാൾ ഭയങ്കര അടിമയെ പോലെ നിൽക്കുന്നു, ഒരാൾ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്നു. മമ്മൂട്ടി അതിനകത്ത് പവർഫുള്ളായിട്ട് നിൽക്കുന്നു, അതിനകത്ത് മറ്റേ ക്യാരക്ടർ വളരെ സെർവൻറ്റിനെ പോലെ ഇങ്ങനെ അടിമയെ പോലെ നിൽക്കുന്നു. പിന്നെ ഷൈനിങ് എന്നുള്ള സിനിമ ഉണ്ട്, ദ ഷൈനിങ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ത്രില്ലർ മൂവിയുണ്ട്. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു ജാക്ക് എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അയാളുടെ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി അതിനകത്ത് കുറേ സീനുകൾ വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ലിറ്ററി വർക്കിനെ സിനിമാറ്റിക് വർക്കായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുവാണ്. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോണർ, ഇപ്പോൾ കീ ആസ്പെക്റ്റ് ഓഫ് അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷൈനിങ് എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ഹൊറർ നോവലാണ്. അതിനെ നമ്മൾ വിഷ്വലി ആക്കുമ്പം അതിനെ എന്താണ്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മളൊരു ഹൊറർ ഫിലിം പോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടായിരിക്കണം. നമ്മളൊരു ബുക്കിനെ നമ്മളൊരു സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിനോട് 100% നീതി പുലർത്തി വേണം ആ സിനിമ ഉണ്ടാക്കാൻ, അല്ലേ. ആ സോഴ്സ് മെറ്റീരിയലിനോട് ലോയലായിരിക്കണം. അതായത് ആടുജീവിതം എന്നുള്ളത് അതൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കിയതാണ്. അപ്പം ആടുജീവിതം ആ നോവലിനെ പോലെ തന്നെ 100% ഇല്ലെങ്കിൽ ഒരു 70% അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സിനിമയിലും ആക്കാം. ഇനി ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ, ലിറ്ററൽ അഡാപ്റ്റേഷൻ ഉണ്ട്. ലിറ്ററൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ആ നോവൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് അതുപോലെ അങ്ങ് ചെയ്യുവാണ്. ഇനി ഇൻ്റർപ്രറ്റേറ്റീവ് അഡാപ്റ്റേഷൻ, അതായത് കുറച്ച് ക്രിയേറ്റീവായിട്ട് സിനിമയാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കും. പക്ഷേ എന്നാലും എന്താണ്, ട്രൂ സ്റ്റോറി ആയിരിക്കും, കുറച്ച് അവിടെ ഇവിടെയും പൊടിപ്പുന്നെങ്കിലും ഒക്കെ ചേർക്കും. പിന്നെ ഫ്രീ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒറിജിനൽ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് ലൂസായിട്ട് ഇൻസ്പയർ, അതായത് ഒരു 50% നോവലിൽ നിന്നും 50% ക്രിയേറ്റീവായിട്ടും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കേസ് സ്റ്റഡീസാണ് നോക്കാനുള്ളത്. വിധേയൻ എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. വിധേയൻ എന്നുള്ള മൂവി അടൂർ ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ ഡയറക്ടർ. അത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞ് പോൾ സക്കറിയ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നത്, സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. 1994 സിനിമ ഇറങ്ങിയത്. ഇതൊരു ആർട്ട് ഹൗസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡ്രാമയാണ്, ഒരു ആർട്ട് ഫിലിമാണ്. പവർ, ഫ്യൂഡലിസം, ലോയൽറ്റി, ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് തീമായിട്ട് വരുന്നത്. അതായത് നോവല് പിന്നെന്താണ്, കുറച്ച് ഡയലോഗേ ഉള്ളതിനകത്ത്, പിന്നെ നല്ല രീതിയിലുള്ള മിസോസീനാണുള്ളത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഭാസ്കര പട്ടേലറും അയാളുടെ സെർവൻ്റ് ആയിട്ടുള്ള തൊമ്മിയും, ആ റിലേഷൻഷിപ്പിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാസ്കര പട്ടേലർ എന്ത് പറഞ്ഞാലും ഇയാൾ അങ്ങ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അയാൾക്ക് വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇയാൾ അടിമയെ പോലെ നിൽക്കുവാണ് ചെയ്യുന്നത്.
പിന്നെ അടുത്ത ഷൈനിങ് എന്നുള്ള, അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അടുത്ത ഷൈനിങ് എന്നുള്ള വർക്ക് അത് 1980 എന്താണ് ഇറക്കിയത്. ഡയറക്ടർ സ്റ്റാൻലി കുബ്രിക്കാണ്. സോ നോവലുണ്ട് ഷൈനിങ് എന്ന് പറഞ്ഞ്, അത് സ്റ്റീഫൻ കിങ്ങിൻ്റെയാണ് ദ ഷൈനിങ് കേട്ടോ. സ്റ്റീഫൻ കിങ്ങിനെ നിങ്ങൾക്കറിയാം, മറ്റേ ഇറ്റ് എന്നുള്ള മൂവിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ ക്ലൗൺ പ്രേതമായിട്ട് വരുന്നത്, അതൊക്കെ സ്റ്റീഫൻ കിങ്ങിൻ്റെയാണ്. അതൊക്കെ നോവലിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയ മൂവിയാണ് ഇറ്റ് എന്നുള്ളത്. പിന്നെ സ്റ്റീഫൻ കിങ്ങിൻ്റെ വേറെ നോവൽസ് ഇതുപോലെ ഹൊറർ മൂവീസ് വേറെയുണ്ട്. പെറ്റ് സെമിട്രി എന്ന് പറഞ്ഞ് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് സിനിമ ഇറക്കിയായിരുന്നു. പെറ്റ്സിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടും, എന്നിട്ട് ഒരു സെമിട്രിയിൽ, അതായത് സെമിത്തേരിയിൽ ആ ഒരു സെമിത്തേരിയിൽ എന്ത് കുഴിച്ചിട്ടാലും അത് അടുത്ത ദിവസം ജീവനോടെ തിരിച്ചു വരുന്നതായിട്ട്. അതാണ് പെറ്റ് സെമിട്രി എന്നുള്ള മൂവി. ഇതൊക്കെ സ്റ്റീഫൻ കിങ്ങിൻ്റെയാണ് ഈ മൂവി. ദ ഷൈനിങ് എന്നുള്ള നോവൽ അതിനെ ബേസ് ചെയ്തിട്ട് മൂവി ഉണ്ടാക്കി. ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഐസൊലേഷൻ, മാഡ്നെസ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഫ്രീ ആയിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ് കേട്ടോ. ജാക്ക് എന്നാണ് ഇതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര്. ഒരു ഹോട്ടലിനെയാണ് ഒരു ഹോട്ടലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതാണ് കാണിച്ചേക്കുന്നത്. പിന്നെ പക്ഷേ സ്റ്റീഫൻ കിങ്ങിൻ്റെ മൂവി ഇത് നോവൽ മൂവിയാക്കിയപ്പോൾ സ്റ്റീഫൻ കിങ് ശരിക്കും പറഞ്ഞാൽ ആ നോവൽ വന്നതുപോലൊരു ഡെപ്ത് ഈ മൂവിക്കകത്ത് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ആടുജീവിതം 2024 ഇറങ്ങിയ ബ്ലസ്സിയാണ് ഡയറക്ടർ. അതിൻ്റെ സോഴ്സ് മെറ്റീരിയൽ ഏതാണ്? നോവൽ, ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. അതൊരു സർവൈവൽ ഡ്രാമയാണ്. ഒരാൾ ഡെസേർട്ടിൽ സർവൈവ് ചെയ്ത് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. ഏലിയനേഷനുണ്ട്, ഒറ്റപ്പെടലുണ്ട്, സർവൈവലുണ്ട്, ഹോപ്പുണ്ട് അതിനകത്ത്. അത് ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. മിഡിൽ ഈസ്റ്റിലെ എക്സ്ട്രീം കണ്ടീഷൻസിൽ ആ ഒരു ക്യാരക്ടർ എന്തുമാത്രം ഫിസിക്കലി ട്രാൻസ്ഫോം ആവുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡെസേർട്ടിലെ എൻവയോൺമെൻറ്റിലാണ് അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടാണ് അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അല്ലേ. AR റഹ്മാൻ്റെ മ്യൂസിക് കുറച്ചും കൂടി ഇമോഷണൽ ഡെപ്ത് അതിനകത്ത് കൊടുക്കുന്നു. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് മൂവിയെ കുറച്ചും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ വിധേയൻ എന്നുള്ള മൂവിയെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സമ്മറിയാണ് പറഞ്ഞത്. അപ്പോൾ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിധേയൻ മൂവി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനൊക്കെ അറിഞ്ഞിരിക്കണേ, അതായത് ആരുടെ മൂവിയാണെന്നുള്ളതൊക്കെ നോക്കിക്കണം. അപ്പോൾ വിധേയൻ എന്നുള്ളത് ഒരു ലാൻഡ്മാർക്ക് മൂവിയാണ്. അപ്പം ഇതിനകത്ത് ജസ്റ്റ് നമുക്കൊരു സമ്മറി പോലെ ഞാൻ പറഞ്ഞുതരാം. വളരെ മിനിമലായിട്ട് സ്റ്റോറി പറഞ്ഞ് വിഷ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. റൂറൽ കർണാടകയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സെർവൻറ്റ് ആൻഡ് എ മാസ്റ്റർ. തൊമ്മി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ മൈഗ്രൻ്റ് ലേബററാണ്. ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന വളരെ ക്രൂവലായിട്ടുള്ളൊരു ഫ്യൂഡൽ ലോഡാണ്. തൊമ്മി പട്ടേലറിൻ്റെ സെർവൻ്റായിട്ട് മാറുവാണ്. വളരെ ഒബീഡിയൻ്റ് ആണ്. അപ്പം എന്ത് പറഞ്ഞാലും ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ പേടിയോടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. ഓവർ ടൈം ഇവർ തമ്മിലുള്ള ഈ ഒരു ഡൈനാമിക് ഉണ്ടല്ലോ അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പട്ടേലർ വളരെ ഇൻസെക്യൂർ ആയിട്ട് മാറുന്നു, വയലൻ്റ് ആയിട്ട് മാറുന്നു. അപ്പം അത് പട്ടേലറിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചും ഇയാൾ പിന്നെ എങ്ങനെയാണ് പട്ടേലർ അവസാനം മരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ പിന്നെ എങ്ങനെ ഈ ഒരു സെർവിറ്റ്യൂഡിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഈ തൊമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അവസാനം പട്ടേലർ മരിക്കുമ്പോൾ, അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അപ്പോൾ ഈ തീം വരുന്നത് പവർ ഡൈനാമിക്സും സെർവിറ്റ്യൂഡുമാണ് വരുന്നത്. പവർ പട്ടേലറാണ് സിംബലൈസ് ചെയ്യുന്ന പവറിനെ അല്ലെങ്കിൽ ഫ്യൂഡൽ അതോറിറ്റിയെ. തൊമ്മി എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ളൊരു അടിമ അല്ലെങ്കിൽ ഒരു സ്ലേവിനെ പോലാണ് നിൽക്കുന്നത്. പിന്നെ അയാളുടെ ഒരു ഹെൽപ്ലെസ്നെസ്, പോവേർട്ടി, ഫിയർ, പട്ടേലറിൻ്റെ ക്രൂവൽറ്റി, പിന്നെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ തൊമ്മി എന്ന് പറയുന്നത് അയാൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നിൽക്കുന്നത്. പട്ടേലർ ഭയങ്കര ബ്രൂട്ടലായിട്ട് നിൽക്കുവാണ്. പിന്നെ ഇയാളുടെ ഭാര്യയൊക്കെ പട്ടേലർ ഫിസിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും തൊമ്മി വിഷമിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹെൽപ്ലെസ് ആയിട്ട്. പിന്നെ ഫ്യൂഡലിസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇയാളെ വെറും സ്ലേവായിട്ടാണ് പട്ടേലർ കാണുന്നത്. വളരെ ഡീഹ്യൂമനൈസിങ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ കാസ്റ്റും ക്ലാസിൻ്റെയും പവറും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, തൊമ്മിയുടെ ആ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ അത് ഫിസിക്കലല്ല, അത് കുറച്ചും കൂടി സൈക്കോളജിക്കലും കൂടിയാണ്, പേടിപ്പിച്ച് നിർത്തിയേക്കുവാണ്. ക്യാരക്ടർ അനാലിസിസ് നോക്കുവാണെങ്കിൽ തൊമ്മി, അതായത് മമ്മൂട്ടി, തൊമ്മി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ MR ഗോപകുമാർ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പോൾ തൊമ്മി എന്ന് പറയുന്നത് ഒപ്രസ്ഡ് ആയിട്ടുള്ള ലേബർ ക്ലാസ്സിനെ സിംബലൈസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അയാൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങ് നഷ്ടപ്പെടുക ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വന്ന് ഇയാളെ ദ്രോഹിക്കുമ്പോൾ. ഇയാൾ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്നു. മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് തൊമ്മിയുടെ ആ ഒരു വൾണറബിലിറ്റിയൊക്കെ കാണിക്കുന്നു. മമ്മൂട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഭാസ്കര പട്ടേലർ എന്ന് പറയുന്നതാണ് മമ്മൂട്ടി. വളരെ വയലൻ്റ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫ്യൂഡൽ ലോഡാണ്, ഒരു മാടമ്പി ടൈപ്പ് സെറ്റപ്പാണ് ഇയാൾ. പക്ഷേ എന്നാലും ഇൻസെക്യൂർ ആണ് ഇയാൾ. പിന്നെ
ഭയങ്കര ഫ്രജൈലായിട്ടുള്ള രീതിയിലാണ് ഇയാളെയും കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ഫ്രജൈൽ എന്ന് വെച്ചാൽ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇയാളുടേത്. പിന്നെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റോറി പറഞ്ഞു പോയേക്കുന്നത്. വിഷ്വൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, റൂറൽ ലാൻഡ്സ്കേപ്പിലാണ് എന്താണ് സിമ്പിൾ ഹോംസ്, ഡ്രൈ ആയിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ ലാൻഡ്, ക്യാരക്ടേഴ്സിൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ വളരെ ഡള്ളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത്. പട്ടേലറിൻ്റെ വീട് മാത്രം ഭയങ്കര ഹ്യൂജായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത് അയാളുടെ ആ ഒരു പവറിനെ കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ നാച്ചുറൽ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിംഗ് ആണ്. ദെൻ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡയലോഗ് വളരെ കുറവാണ്, സൈലൻ്റ് ആണ് ഒരുമാതിരി എല്ലാ സീനും. ട്രഡീഷണൽ ഫോക്ക് മ്യൂസിക് ഒക്കേഷണലായിട്ട് കേൾക്കുന്നുണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുമ്പം നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് അടൂർ ചെയ്തേക്കുന്നത്. പിന്നെ അബ്രപ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്നുള്ള കട്ട് സീൻസോ ഒന്നുമില്ല. അപ്പോൾ ഇത് ഫ്യൂഡലിസത്തിനെ കാണിക്കുന്നു. പിന്നെ തൊമ്മിയുടെ ആ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുന്നുണ്ട്. പട്ടേലർ ഹിന്ദു ഐഡൻറ്റിറ്റിയാണ്, അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇനി നമുക്ക് ദ ഷൈനിങ് എന്നുള്ള മൂവിയുടെ എന്താണ് ആ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഷൈനിങ് എന്നുള്ള മൂവിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റാൻലി കുബ്രിക്കിൻ്റെയാണ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. സൈക്കോളജിക്കൽ ഹൊറർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ്. അപ്പോൾ ഒരു ലാൻഡ്മാർക്ക് ഹൊറർ സിനിമയാണ് കേട്ടോ ഇത്. ഒരു ഓർഡിനറി ആയിട്ടുള്ള കാര്യത്തിനെ വളരെ അൺസെറ്റിലിംഗ് ആയിട്ട് ഇദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലോട്ട് ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. ജാക്ക് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അയാളൊരു ആൽക്കഹോളിക്കും കൂടിയാണ്. അയാൾ പക്ഷേ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ആൽക്കഹോളിസത്തിൽ നിന്ന്. അയാളൊരു ഒരു ജോലി എടുക്കുവാണ്. അയാളപ്പം ഒരു ഹോട്ടലിൻ്റെ വിൻ്റർ സീസണിലെ കെയർ ടേക്കറായിട്ട് ഇയാൾ ജോലി എടുക്കുവാണ്. അപ്പോൾ ഒരു വലിയൊരു ഹോട്ടലാണ്, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അയാളുടെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നുണ്ട്. വൈഫിൻ്റെ പേര് വെൻറ്റി, കുഞ്ഞിൻ്റെ പേര് ഡാനി. വിൻ്റർ പ്രോഗ്രസ് ചെയ്യുന്നതോടും ഈ ഹോട്ടലിനകത്ത് കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അത് ജാക്കിൻ്റെ ഫ്രജൈലായിട്ടുള്ള മെൻ്റൽ സ്റ്റേറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ജാക്കിന് അവസാനം മാഡ് ആവുന്നു. ജാക്ക് ഇയാളുടെ ഫാമിലി, വൈഫിനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹോട്ടലിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് സിനിസ്റ്റർ ആയിട്ടുള്ള എന്തോ ഒരു എലിമെൻ്റ് ഉണ്ട്. അത് ഇയാളെ മാഡാക്കി മാറ്റുകയാണ്. തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ, ഇയാൾ ഒറ്റപ്പെട്ട് കിടക്കുവാണ്, അത് ഇയാളെ അങ്ങ് മാഡാക്കി മാറ്റുന്നു. ഈ ഓവർലക്ക് ഹോട്ടൽ എന്ന് പറയുന്ന വലിയൊരു ഹോട്ടലാണ്. അതിനകത്ത് ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് പ്രിസൺ പോലെ ഇയാൾക്ക് തോന്നുവാണ്, ഒറ്റപ്പെടൽ പോലെ. ഇയാളുടെ ഈ മെൻ്റൽ സ്റ്റേറ്റും എന്താണ്, ഇയാൾക്ക് ആൽക്കഹോളിസം, ഇയാൾ ആസ് എ റൈറ്റർ ഇയാൾ ഫെയിലായി, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുന്നു. അപ്പം മൊത്തത്തിൽ എന്താണ്, ഇയാളുടെ മൈൻഡിനെ അതങ്ങ് ഒലച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഫാമിലിയാണിത്. ഓക്കെ, പിന്നെ വെൻഡിക്കാണെങ്കിൽ എപ്പോഴും പേടിയാണ്. ജാക്ക് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ദേഷ്യവും ഫെയിലറിനെ മാത്രം ആലോചിക്കുന്നു. ഡാനി എന്ന് പറയുന്ന കുഞ്ഞെന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര വൾണറബിളാണ്. അപ്പം ഇവരുടെ 3 പേരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രെയിൻഡ് ആണ്. പിന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് തന്നെ ഒരു സിനിസ്റ്റർ പ്രസൻസ് ആണ്. ഗോസ്റ്റ്ലി അപ്പാരിഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചില ട്വിൻ ഗേൾസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഹാലൂസിനേഷൻ വരുന്നുണ്ട്. ഹാലൂസിനേഷൻ ഏതാ റിയാലിറ്റി ഏതാണെന്ന് ഈ ക്യാരക്ടേഴ്സിന് തന്നെ പിന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെന്താണ്, വയലൻസ് ഉണ്ട് ഇതിനകത്ത്. അയാൾ ഭയങ്കര അഗ്രസീവായിട്ട് മാറുന്നുണ്ട്, കുറച്ച് ഡിസ്ട്രക്റ്റീവായിട്ട് മാറുന്നുണ്ട്. ഇത് ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഫേമസ് ലൈനാണ് ഹിയർ ഇസ് ജോണി എന്ന് പറയുന്നത്. അതായത് ഇയാൾക്ക് മെൻ്റലി ഇയാൾ ഭയങ്കരമായിട്ട് തകർന്നു പോകുമ്പോൾ ഇയാൾ ഭാര്യയെ കൊല്ലാനായിട്ട് ഒരു ആക്സുമായിട്ട് ഓടിക്കുന്നുണ്ട്. ഭാര്യ ഒരു വാതിലിനകത്ത് കയറി, ഡോറിനകത്ത് കയറി, അതിൻ്റെ റൂമിനകത്ത് കയറി ഡോർ അടയ്ക്കുമ്പോൾ ഇയാൾ ആ ഡോറ് വെട്ടിപ്പൊളിച്ചിട്ട് ആക്സ് കൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇയാൾ തല അതിനകത്തോട് ഇട്ടിട്ട് ആ ഡോറിൻ്റെ ആ വെട്ടിപ്പൊളിച്ച ഭാഗത്തോടെ തല ഇങ്ങനെ അകത്തിട്ടിട്ട് ഹിയർ ഇസ് ജോണി ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ. സോ ആ കംപ്ലീറ്റ് ലോസ് ഓഫ് കൺട്രോൾ അതിനകത്ത് കാണിക്കുന്നത്. വെൻഡി എന്ന് പറഞ്ഞ ഇയാളുടെ വൈഫ് വളരെ ടിമിഡാണ്, ഷൈ ആണ്, ഒരു സബ്മിസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അവസാനം ഇയാളെ അവർ എതിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ ഹൈ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിനകത്തുള്ളത്. ഡാനി എന്ന് പറഞ്ഞ ഇയാളുടെ കുഞ്ഞാണ്. കുഞ്ഞിനെന്താണ് ആ ഒരു ഹോട്ടലിലെ ഡാർക്ക് സീക്രറ്റൊക്കെ കണ്ട് കുഞ്ഞ് പേടിക്കുന്നുണ്ട്. എസ്പെഷ്യലി റൂം 237 ഇയാൾ കുഞ്ഞ് ഒരുപാട് വിഷൻസ് കാണുന്നുണ്ട്, ട്വിൻ ഗേൾസിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു ജാക്കിൻ്റെ തന്നെ മെൻ്റൽ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഹൊറർ എലമെൻറ്റിനെ കാണിക്കുന്നതാണ് ആ ഹോട്ടൽ എന്ന് പറയുന്നതിന്. ഒരു ട്രാപ്പിലായതുപോലെയാണ് ഹോട്ടൽ. സിനിമാറ്റിക് ടെക്നിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ക്യാം ഷോട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, മിറർ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലോ പേസിങ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണുള്ളത്. പിന്നെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഷോക്കിംഗ് ഇമേജറി ഒക്കെ ഉണ്ട്. ജമ്പ് കട്ടുണ്ട്, ഹൊറിഫൈങ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്.
സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, സ്ക്രീച്ചിങ് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ട്. പിന്നെ വളരെ ഒരു വല്ലാത്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൈലൻസ് ആണുള്ളത്. സഡൻ നോയ്സസ് ഉണ്ട്. ഇതൊക്കെയാണ് സിംബോളിസം. ഞാൻ പറഞ്ഞില്ല, ഹോട്ടലും പിന്നെ റൂം നമ്പർ 237 എന്നൊക്കെ പറയുന്നത് ആ ഒരു സിനിസ്റ്റർ പ്രസൻസിനെ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ്, ജാക്ക് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു കൈൻഡ് ഓഫ് സിമ്പത്തറ്റിക് ഫിഗറാണ്, അൺസ്റ്റേബിൾ ആണ്. അയാൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇയാൾ കംപ്ലീറ്റ് മാഡായി മാറുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമ്മുടെ ആടുജീവിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആടുജീവിതവും ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ അനാലിസിസ് നിങ്ങൾ എഴുതിക്കോണം. ചോദിക്കുമ്പം മാർക്കിനനുസരിച്ച് വേണം എഴുതാനും. ആടുജീവിതം 2024 മൂവിയാണ്, സർവൈവൽ മൂവിയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്, ദ ഗോട്ട് ലൈഫ് എന്നാണ്. ബ്ലസ്സിയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ബെന്യാമിൻ്റെ നോവലിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നജീബ് എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റോറിയാണ് കാണിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ പോയി അയാൾ ഒരു സ്ലേവായി മാറുന്ന അയാളുടെ ഒരു സർവൈവലും ഫെയ്ത്തും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നജീബ്, അതായത് പൃഥ്വിരാജ്, സൗദി അറേബ്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അയാൾ അവസാനം അവിടെ എന്താണ് ചതിക്കപ്പെട്ട ഒരു ഡെസേർട്ടിൽ ഷെപ്പേർഡായി മാറുകയാണ്. ഐസൊലേറ്റഡ് ആയിട്ട് ഇയാൾ സർവൈവ് ചെയ്യാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നു. അയാൾ അവിടുത്തെ ഗോഡ്സുമായിട്ട്, ആടുമായിട്ട് ഒരു പ്രത്യേക ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇയാൾക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുകയാണ് ഇയാൾ. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സ്ട്രഗിൾ, ഫിസിക്കൽ ലേബർ, ഡെസേർട്ട് കണ്ടീഷൻസ്, നജീബിൻ്റെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന കൺഫ്യൂഷൻസ്, ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഹോപ്പ്, ഹ്യൂമൻ ബീങ്സിന് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഹോപ്പ് കൊണ്ട് നമ്മൾ എല്ലാ അഡ്വേഴ്സിറ്റീസിനെയും തരണം ചെയ്യുന്നത്. അതാണ് ഈ ഒരു നോവൽ കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ലെയേഴ്സ് ഓഫ് മീനിങ് ഉള്ള നോവലാണിത്. നജീബിൻ്റെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നല്ലൊരു പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്നത്. സപ്പോർട്ടിംഗ് പെർഫോമൻസ് ആയിട്ട് അമല പോളും, നജീബിൻ്റെ വൈഫായിട്ട് അമല പോളുണ്ട്. പിന്നെ ജിമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിനകത്തുണ്ട്, ഇബ്രാഹിം ഖാൻ, ഫെല്ലോ സ്ലേവ്, അയാളുടെ കൂടെ ഉള്ളൊരു കൊച്ചിറക്കനുണ്ടല്ലോ അത്. പിന്നെ ഹക്കീം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ വിഷ്വൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ ഡെസേർട്ടിനെയാണ് കാണിക്കുന്നത് സൗദി അറേബ്യയിലെ. സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ സുനിൽ KS ആണ്. എഡിറ്റ് ചെയ്തത് ശ്രീകാർ പ്രസാദാണ്. നറേറ്റീവായിട്ട് ഭയങ്കര ഇമോഷണൽ ഇമ്പാക്റ്റ് ഒക്കെ കാണിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. AR റഹ്മാൻ്റെ മ്യൂസിക്കും ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫൈനിങ് പെർഫോമൻസ് ആണ് പൃഥ്വിരാജിൻ്റെ. ആ സിനിമാറ്റോഗ്രഫി സൗണ്ടും സൂപ്പറാണ്. പിന്നെന്താണ് വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നോവലിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം കുറച്ചുകൂടി സിമ്പിളായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയിരിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ്, ലിമിറ്റഡ് ഫോക്കസേ ഉള്ളൂ നജീബിൻ്റെ ഫാമിലി സ്ട്രഗിളിനെ കാണിക്കാൻ. പിന്നെ അൺഫെമിലിയർ ആയിട്ടുള്ള സ്ലോ ബേൺ നറേറ്റീവായിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ ഒരു പേസ് വളരെ സ്ലോ ആണ്.